അജേഷിന്റെയും വിദ്യയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. കുട്ടികളൊന്നും ആയില്ല എന്ന നാട്ടുകാരുടെ ചോദ്യം അവർ രണ്ടുപേരെയും സങ്കടപ്പെടുത്തുന്നുണ്ട്. അവർ രണ്ടുപേരെക്കാളും സങ്കടം വിദ്യയുടെ അച്ഛൻ അരവിന്ദേട്ടനാണ്. തന്റെ ഏക മകൾക്ക് ഒരു കുട്ടിയില്ല എന്നത് ഒരു വലിയ സങ്കടമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഒരു ടെസ്റ്റിലൂടെ വിദ്യ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കി. പ്രസവ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ അരവിന്ദേട്ടൻ ഒരു അത്യാവശ്യം കാരണം വീട്ടിൽ പോകേണ്ടതായി വന്നു. ആ സമയം വിദ്യയ്ക്ക് പെയിൻ കൂടി ഡെലിവറിക്കായി കയറ്റി. അങ്ങനെ പ്രസവത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു. ഇതറിഞ്ഞ അരവിന്ദേട്ടൻ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിച്ചു. വരുന്ന വഴിക്ക് എതിരെ വന്ന ഒരു ലോറിയിൽ അരവിന്ദേട്ടന്റെ വണ്ടി ഇടിച്ചു. അവിടെ വെച്ച് തന്നെ അരവിന്ദേട്ടൻ മരണപ്പെട്ടു. തന്റെ പേരക്കുട്ടി ഒന്ന് കാണാൻ പറ്റാതെ ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടു. അങ്ങനെ ആ കുട്ടി വളർന്നു. അജേഷും വിദ്യയും അവന് അഭിജിത്ത് വിദ്യ അജേഷ് എന്ന് പേരിട്ടു. വർഷങ്ങൾ പോകുന്നതനുസരിച്ച് അജേഷും വിദ്യയും ഒരു കാര്യം ശ്രദ്ധിച്ചു. മറ്റു കുട്ടികളെ പോലെ അഭിജിത്ത് സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവരുടെ വീട്ടിലോട്ട് ഉച്ച സമയത്ത് ഒരു പ്രായം ചെന്ന ഒരു വൃദ്ധൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു വന്നു. വിദ്യ അയാൾക്ക് ആവശ്യത്തിന് വെള്ളം കൊടുത്തു. വിദ്യയോട് സംസാരിച്ച് കുട്ടി സംസാരിക്കുന്നില്ല എന്ന കാര്യം ആ വൃദ്ധൻ മനസ്സിലാക്കി. തന്റെ സഞ്ചിയിൽ നിന്നും ഒരു പൊതിയെടുത്ത് വിദ്യയ്ക്ക് കൊടുത്തു. ഇത് പനങ്കൽക്കണ്ടമാണ്. ഇത് പൊടിച്ച് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കുട്ടിക്ക് കൊടുക്കും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ആ വൃദ്ധൻ അവിടുന്ന് നടന്നു നീങ്ങി. അത് അത്രയും വിശ്വാസത്തോടെ വിദ്യ തന്റെ കുട്ടിക്ക് കൊടുത്തു. അഭിജിത്ത് പതിയെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അഭിജിത്ത് വളർന്നു. അഭിജിത്തിന്റെ നാട്ടിൽ 6 ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ലൂസിഫർ ഇറങ്ങി 2-ാം ദിവസം അവർ 7 പേരും അത് കാണാൻ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് കൂടെയുള്ള അഭിജിത്തിന്റെ കൂട്ടുകാരൻ അരുൺ മാരാമൺ ആറ്റിൽ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ബാക്കി 6 പേരും അത് സമ്മതിച്ചു. അവർ 7 പേർക്കും നീന്താൻ അറിയില്ല. അവർ ആറിന്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന വൃദ്ധൻ ഇരിക്കുന്നത് കണ്ടു. അത് വക വെക്കാതെ അവർ 7 പേരും മുന്നോട്ട് നടന്നു. അവരെല്ലാവരും വെള്ളത്തിലിറങ്ങി. അവരുടെ കൂട്ടത്തിൽ കുറച്ച് വണ്ണമുള്ള പേര് നന്ദു തന്റെ ശരീരം മറ്റുള്ളവരെ കാണിക്കാൻ മടി കാരണം അകത്തിടുന്ന ഒരു വെള്ളബനിയനിട്ടാണ് വെള്ളത്തിലിറങ്ങിയത്. അത് കണ്ടതും അഭിജിത്ത് അവനെ കളിയാക്കി. വെള്ളത്തിൽ കളിച്ച് രസം കൂടി അഭിജിത്ത് മുന്നോട്ട് പോയി. ആഴം കൂടുന്നത് അവൻ അറിഞ്ഞില്ല. അവന്റെ കഴുത്തിന്റെ അത്രയും വെള്ളമായപ്പോൾ അവനെ പുറകിൽ നിന്ന് എന്തോ വലിക്കുന്നത് പോലെ തോന്നി. അതൊരു ചുഴിയായിരുന്നു. അവൻ എല്ലാ ആരോഗ്യവും എടുത്ത് തിരിച്ചു കയറി വരാൻ നോക്കി. അതിനായി ബഹളം വെക്കാൻ ശ്രമിച്ചു. എന്നാൽ വായിൽ വെള്ളം കയറുന്നത് കാരണം ശബ്ദം വെളിയിൽ കേൾക്കുന്നില്ല. എന്നാൽ അവന്റെ കൂട്ടുകാർ ഇത് കണ്ടു. അഭിജിത്ത് നോക്കിയപ്പോൾ എന്തോ ഒന്ന് പിടിക്കാൻ കിട്ടി. അത് നന്ദുവിന്റെ ബനിയന്റെ അറ്റമായിരുന്നു. എന്നാൽ നന്ദുവിനെ കൂടെ പുറകോട്ട് വലിക്കുന്നത് പോലെ ആയപ്പോൾ അവൻ ആ കൈ തന്റെ ബനിയനിൽ നിന്നും എടുത്തു മാറ്റി. അങ്ങനെ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ അഭിജിത്ത് കണ്ണടച്ച് ആ ചുഴിക്ക് നേരെ ഉപയോഗിച്ച ശക്തിയെല്ലാം കുറച്ച് തന്റെ മരണത്തെ മുന്നിൽ കണ്ടു നിന്നു. എന്നാൽ പെട്ടെന്നൊരു കൈ വന്ന് അഭിജിത്തിന്റെ വയറ് ചേർത്ത് പിടിച്ചു. നീന്താൻ അറിയാത്ത ബാക്കി 6 പേരും ചങ്ങല പോലെ നിന്ന് അഭിജിത്തിനെ വലിച്ചു കയറ്റി. ജീവൻ തിരിച്ചു കിട്ടിയത് ഒരു അത്ഭുതമായി അഭിജിത്ത് കണ്ടു നിന്നു. അവർ 7 പേരും തിരിച്ചു വരുന്ന വഴി നേരത്തെ അവിടെ ഇരുന്ന ആ വൃദ്ധനെ നോക്കി. എന്നാൽ അവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ 6 വർഷം കഴിഞ്ഞ് അവർ 7 പേരും ഒത്തുകൂടി ഇന്ന്, അതായത് 27/3/2025 എമ്പുരാൻ ആദിശോയ്ക്ക് തന്നെ പോയിരിക്കുകയാണ്. ജീവന്റെ സുരക്ഷ നമ്മൾ ഓരോരുത്തർക്കും അത്രയും പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നമ്മളുടെ യാത്രയിൽ. വിശ്വസ്തരായ ഡ്രൈവേഴ്സിനെ കിട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ യാത്രയിൽ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടീമാണ് വീഡ്രോപ്പി. നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ വരുന്ന തടസ്സങ്ങളിലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് ഒരു പ്രപഞ്ച സത്യം. വീഡ്രോപ്പി, where real companionship begins. Hasta la vista.